പരിശുദ്ധമായ ഖുർആന്റെ ലാസ്റ്റ് ചെറിയ 3 സൂറത്തായിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അതിൽ ഇൻഷാ അല്ലാഹ് ഖുൽ ഹുവല്ലാഹു അഹദ് ചൊല്ല സൂറത്ത് ധാരാളം മഹത്വമില്ലെങ്കിൽ ഒരു സൂറത്തായിട്ട് 4 ആയത്തുള്ളേ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇങ്ങനെ 4 ആയത്തിക്കിടെ. പക്ഷേ ഈ ചെറിയ സൂറത്താണെങ്കിലും വലിയ മഹത്വമാണ് ആ സൂറത്തുകളിൽ. ധാരാളം മഹത്വങ്ങൾ ഈ ഒരു ചെറിയ സൂറത്ത് കൊണ്ട്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സൂറത്തിനെ കുറിച്ചിട്ട് ചൊല്ലുമ്പോൾ മഹാന്മാരെല്ലാം കണ്ടിട്ട് വന്നേ ഈ സൂറത്തിന് ചൊമ്മ പേരുണ്ട്. ചൊമ്മ പേരുള്ളത് കൊണ്ട് എന്തിനാണ് ഞങ്ങൾക്ക് അർത്ഥമായിട്ട് ചെന്നെങ്കിൽ ഈ സൂറത്തിന് ചൊമ്മ മഹത്വം ഉണ്ടോ ചൊന്നത് ഞങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതായത് ചൊമ്മ പേരുള്ളത് കൊണ്ട് ചൊമ്മ മഹത്വം ഉണ്ടോ ചൊല്ലത് ഞങ്ങൾക്ക് അർത്ഥമാക്കാൻ സാധ്യമാവുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലും ഈ സൂറത്ത് എന്തിനാ ചെന്നെങ്കിൽ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരെ കേൾക്കിട്ട് അയഅജുസു അഹദുക്കും അൻ യഖറഅ ഫീ ലൈലത്തിൻ സുലുസൽ ഖുർആനി, ഒരു ജാവല് ഒരാൾക്ക് ഖുർആന്റെ 1/3 ഓതുകാർക്കാൻ സാധ്യത ഉണ്ടാണ്. ഖുർആന്റെ 1/3 ഭാഗം ഓതുക നിങ്ങൾക്ക് അശക്തരായിട്ടുള്ള റാണ്ടി കേട്ടു. അപ്പൊ സ്വഹാബിമാർ കേട്ടാർ എന്തിനാ നബിയെ ഖുർആന്റെ 1/3? അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു ഖുൽ ഹുവല്ലാഹു അഹദ് യഹ്ദിൽ സുലുസുൽ ഖുർആൻ. ഖുൽ ഹുവല്ലാഹു അഹദ് ചൊല്ല സൂറത്ത് അത് ഖുർആന്റെ 1/3 ഭാഗമായിട്ട്. അപ്പൊ എന്താ ഈ വിഷയം ചെന്നെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആന്റെ ഞങ്ങൾ 3 ഭാഗമായിട്ടായിട്ട് ഞങ്ങൾക്ക് എല്ലാവരും പഠിപ്പാടി തന്നെ. അതായത് ഒരു ഭാഗം ഖുർആന്റെ ഉൾക്കൊള്ള വിഷയം, ഒരു ഭാഗം ഫുള്ള് ചരിത്ര ചൊല്ലതായിട്ട്, പിന്നൊരു ഭാഗം വിധി ചൊല്ലതായിട്ട്, ഹുക്കുമ ചൊല്ലതായിട്ട്, പിന്നൊരു ഭാഗം ഞങ്ങളെ ഈമാന്റെ വിഷയത്തിൽ, അള്ളാഹുടെ വിഷയത്തിൽ, അഖീദയുടെ വിഷയത്തിലുള്ള വിഷയമായിട്ട് പരിശുദ്ധമായ ഖുർആനിലുള്ള. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിലെ 1/3 ചൊല്ലുള്ള കാരണം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിലുള്ളത് ഞങ്ങളെ ഈമാൻ പരമായിട്ടുള്ള വിഷയം, അള്ളാഹു അള്ളാഹു എങ്ങനെയാണ് ചെന്നിട്ടുള്ള വിശേഷണം ചൊല്ലത് കൊണ്ട് ഇതെന്തായിട്ട് ഈമാന്റെ വിഷയത്തിലുള്ള ഒരു ഭാഗമായിട്ട്. അതുകൊണ്ട് ഇതെന്തായിട്ട് ഖുർആന്റെ 1/3 എന്ന് മഹാന്മാർ ഞങ്ങൾക്ക് പഠിപ്പാട്ടിട്ടുണ്ടാറ്. അതുകൊണ്ടാണ് ഞങ്ങൾ എന്താക്കട്ടെ ഏത് ദുആലും എല്ലാം 3 കുരി ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് വന്നത്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ ഈ പരിശുദ്ധമായ ഖുർആനിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് കൊണ്ടു ചൊല്ലത് ഞങ്ങൾ അർത്ഥമാക്കാനായ വിഷയം. ഇനി ഈ സൂറത്ത് എല്ലാ ഫർദ് നിസ്കാരത്തിന്റെ ശേഷം ഈ സൂറത്ത് എപ്പോൾ ഇറങ്ങിയില്ല ഇതിൽ അർത്ഥം എന്താ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ ചൊല്ലാം. പക്ഷേ ഈ സൂറത്ത് എല്ലാ നിസ്കാരത്തിന് ശേഷം ഓതുക സുന്നത്തുണ്ട്. അത് മാത്രമല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പാട്ടില് ഒരാൾ ഈ സൂറത്ത് മരണാസന്നമായ ആളെ മുട്ട ഈ സൂറത്ത് ഓതിയെങ്കിൽ ഖുൽ ഹുവല്ലാഹു ചൊല്ല ഈ ചെറിയ സൂറത്ത് ഓതിയെങ്കിൽ അവന് എത്ര ഒരു 100 പ്രാവശ്യം ഓതിയെങ്കിൽ ലം യുഫ്തൻ ഫീ ഖബ്രിഹി, അവന്റെ ഖബറിൽ എന്താവല ഫിത്ന ഇക്കലാണ്ട്, അവന്റെ ഖബറിന്റെ വിഷയത്തിൽ ഖബറിന്റെ ശിക്ഷ ഒന്നും അവന് ഇക്കലാ. അത് മാത്രമല്ല അമിന ഫീ ലഗ്ദത്തിൽ ഖബ്രി, ഖബർ എല്ലാവരും ഇങ്ങനെ ഒന്ന് പോയിട്ട് നമ്മ ഖബർ ഇങ്ങനെ എന്താക്കണം ഇടുക്കാവും, ആ ഇടുക്കത്തരം ഖബറിന്റെ ഇടുക്കത്തരം ചൊല്ലത് അവനുക്ക് ഈ കലാം. അത് മാത്രമല്ല വജാവദ സിറാത്ത് അല അകുഫിൽ മലായിക, ഓൻ സിറാത്ത് പാലം കിടക്കുമ്പോൾ മലക്കുമാരെ സഹായത്തിലോട് കൂടെ അവന് കടക്കുക സാധ്യമാവും. ഇങ്ങനെ ഒരുപാട് വിഷയം. അതുപോലെ നരകമോചനം ഒന്ന് കിട്ടുക സാധ്യമാവും. ഇങ്ങനെയുള്ള ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതിയെങ്കിൽ ഇത്രയും ഇങ്ങനെയുള്ള ചൊമ്മ മഹത്വം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പാട്ടു. അപ്പൊ അത്രയും വലിയ സൂറത്താണ് ആ സൂറത്ത്. എത്രമാ സ്വഹാബിമാർ നിസ്കാരത്തിൽ ഇതിരമേ ഓതിക്കൊണ്ടിരുന്നാറ്. അപ്പൊ നബി തങ്ങളെ ആരെ പോയിട്ട് കേസ് ചെന്നാറ്, നബിയെ ആ സ്വഹാബി എപ്പോ നോക്കിയും ഖുൽ ഹുവല്ലാഹു സൂറത്ത് നിസ്കാരത്തിൽ ഓതുന്നുണ്ട്. അപ്പൊ ആ സ്വഹാബിനെ വിളിച്ച് കേട്ടിട്ട് ആ സ്വഹാബി ചൊന്നു, നബി നക്ക് ആ സൂറത്ത് ഇഷ്ട നബി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓതുന്നത്. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു, നീ എന്തിനാ ഇഷ്ട വെച്ചിട്ട് അതോടുകൂടെ നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ സാധ്യമാവും. നിനക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് നിനക്ക് ഇഷ്ടമാണെങ്കിൽ അതോടുകൂടെ നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ സാധ്യമാവും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീ ഓതണ്ടാണ്ട് ആ സ്വഹാബിൽ ചൊന്നിട്ടില്ല. സ്വഹാബിന്റെ പ്രേരേപ ഒന്നും കൂടി ഓതുള്ള സപ്പോർട്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത്. അപ്പൊ അത്രയും വലിയ ചെറിയ സൂറത്താണെങ്കിൽ വലിയ മഹത്വമാണ് ഈ സൂറത്തുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിന്റെ മഹത്വം നമുക്ക് കിട്ടിയ ഭാഗ്യവാന്മാരിൽ അല്ലാഹു ഞങ്ങളെ ഉൾപ്പെടുത്തി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. അല്ലാഹു